ചാലിശ്ശേരിയിലെ സഹയാത്രയ്ക്ക് നാടിന്റെ സ്നേഹസ്പർശം. മനസ്സിനീതി നൽകിയ സഹായങ്ങൾ നാടിന്റെ നന്മ മനസ്സിന്റെ ദീപങ്ങളായി. ചാലിശ്ശേരി ഗ്രാമത്തിലെ മാനവവൈദ്യരെ സ്നേഹസ്പർശമായ വി ബാലകൃഷ്ണൻ, ഇടയത്ത് വളപ്പിൽ സക്കീർ, മുഹമ്മദ് ഷാഫി മണാത്ത് വളപ്പിൽ ആലിക്കര തുടങ്ങിയ നാടിന്റെ സുമനസ്സുകളിലെ ദാനഭാവം ഭിന്നശേഷി സമൂഹത്തിന് സ്നേഹസ്പർശമായി. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം ഞായറാഴ്ച തുറന്നു നൽകുമ്പോൾ ഭിന്നശേഷിക്കാരുടെ സേവനത്തിനായി അരക്കോടിയോളം രൂപ വിലമതിക്കുന്ന 20 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയാണ് വട്ടേക്കാട് വി ബാലകൃഷ്ണൻ നാടിനെ മാതൃകയാകുന്നത്. സമൂഹത്തിൽ സ്വത്തിന്റെയും സമ്പത്തിന്റെയും ഉടമകളാകാൻ പലരും ശ്രമിക്കുമ്പോൾ നന്മയുടെ തണലേകുകയാണ് നാട്ടുകാരുടെ സ്വന്തം ബാലേട്ടൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 15 വർഷം സൈനികനായി രാജ്യത്തിനായി സേവനം ചെയ്തു. NCC ഇൻസ്ട്രക്ടറായാണ് വിരമിച്ചത്. തുടർന്ന് 20 വർഷം പ്രവാസിയായി ഗൾഫിൽ ജോലി ചെയ്തു. കഷ്ടപ്പാടിലൂടെയും അതിജീവനത്തിലൂടെയും നേടിയ സമ്പാദ്യം മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാകണമെന്നാണ് ബാലകൃഷ്ണന്റെ ചിന്ത. പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ പാർപ്പിടമൊരുക്കുന്നതിനായി 2020 സർക്കാരിന്റെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണത്തിനായി തിരുമറ്റിക്കോട് പഞ്ചായത്തിൽ അരക്കോടിയിലധികം വിലമതിക്കുന്ന 1 ഏക്കർ ഭൂമി സൗജന്യമായി നൽകി. 1993 വീടിന് സമീപം 1 ഏക്കർ സ്ഥലം പൊതുശ്മശാനത്തിന് നൽകി. 2012 വാർദ്ധക്യത്തിൽ പരിചരണം നഷ്ടപ്പെടുന്ന അമ്മമാർക്കായി 1/2 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകി പ്രതീക്ഷ ഷെൽട്ടർ ആരംഭിച്ചു. അംഗനവാടി കെട്ടിടത്തിനായി 4.5 സെന്റ് ഭൂമി അടക്കം ഏകദേശം 3 ഏക്കർ ഭൂമി ഇതിനകം സൗജന്യമായി നൽകി. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും മികച്ച സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ചാലിശ്ശേരി കോപ്പറേറ്റീവ് മുൻ ബാങ്ക് പ്രസിഡന്റ്, സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ്, കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമാണ് 80കാരനായ വി ബാലകൃഷ്ണൻ. സഹയാത്രയ്ക്ക് വെള്ളിവെളിച്ചമേകിയത് മുക്കിലപ്പേടി ഇടത്ത് വളപ്പിൽ സക്കീറായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു 6 വർഷമായി ഭിന്നശേഷി ഇതേ കെയർ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഗ്രാമത്തിന്റെ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ സക്കീർ കഴിഞ്ഞ 6.5 വർഷമായി സൗജന്യമായാണ് വീട് നൽകിയത്. സഹായത്തിന്റെ തുടക്കത്തിൽ ജീവകാരുണ്യ പ്രവർത്തകനായ മുഹമ്മദ് ഷാഫി ആലിക്കരയും നിറദീപമായി. 20 വീൽ ചെയറുകളും മറ്റു വിലയേറിയ സഹായങ്ങൾ നൽകി സഹയാത്രയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറെ പ്രത്യാശ നൽകി. കെട്ടിടത്തിലേക്കുള്ള കോൺക്രീറ്റ് പാത, സാധന സാമഗ്രികൾ മറ്റ് ഉൾപ്പെടെ ജനകീയ പ്രവർത്തനങ്ങൾ നാടിന് വേറിട്ട കാഴ്ചയായി. 370 പെയിന്റിംഗ് തൊഴിലാളിയുടെ അധ്വാനം സൗജന്യമായി ലഭിച്ചത് പുതിയ കെട്ടിടത്തിലെ ചാരുതയും നന്മയുടെ കരുതലുമായി. കൂടാതെ ഫൈറൂസ് ചാലിശ്ശേരി, മൊയ്തു മാനുക്കാസ്, ഡോക്ടർ സന്തോഷ് കീവർ, എന്റെ ചാലിശ്ശേരി പ്രവാസി കൂട്ടായ്മ, ഖത്തർ ചാലിശ്ശേരി പ്രവാസികൾ, KMCT പട്ടിശ്ശേരിയൻ, ഖത്തർ കുട്ടനാട് കൂട്ടായ്മ, മുലയമ്പറമ്പത്ത് പൂരാഘോഷ കമ്മിറ്റികളായ കിഴക്കൻസ്, കമ്പനിപ്പടി, ചൈതന്യ പെരുമണ്ണൂർ, പടിഞ്ഞാറേമുക്ക് തുടങ്ങിയവർ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, നാട്ടുകാർ എന്നിവർ നൽകിയ വലിയ സഹായങ്ങൾ സഹയാത്രയെ ശക്തിപ്പെടുത്തി. പുതിയ കെട്ടിടം സമർപ്പണം നാടിനും ഭിന്നശേഷി സഹോദരങ്ങൾക്കും കുടുംബത്തിനും കരുതലിന്റെ തണലായി മാറും.